വ്യാഴാഴ്ച ദിവസം നമ്മുടെ അപ്പുണ്ണിയുടെ സ്കൂളിലെ ബിരിയാണി ആയിരിക്കേ. അപ്പോൾ സ്കൂളിൽ നിന്ന് ഫുഡ് കഴിക്കാത്ത കുട്ടികൾ വീട്ടിൽ നിന്നും ബിരിയാണി പോലെയുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ അപ്പുണ്ണിക്ക് കണ്ടാൽ മന്തി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പുതുതായിട്ട് കണ്ടുപിടിച്ചതാണ് കേട്ടോ. നല്ലൊരു മന്തി എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം മന്തിയിലേക്കുള്ള എല്ലാ സാധനങ്ങളൊന്നും അതിലേക്ക് ഇടാൻ പറ്റിയിട്ടില്ല. ഇന്ന് നമ്മുടെ അപ്പുണ്ണിക്ക് മലയാളം ഡിക്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അവന് ഇന്നലെ രാത്രി പഠിക്കാൻ പറ്റിയില്ല, പല്ലുവേദനയായിരുന്നു. അപ്പോൾ രാവിലെ ഇരുന്ന് അവൻ പഠിക്കുന്നുണ്ട്. ഇന്നലെയാണെങ്കിൽ ഇംഗ്ലീഷ് ഡിക്റ്റേഷൻ ആയിരുന്നേ. അപ്പോൾ അതിൽ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് രാവിലെ എൻ്റെ കയ്യിൽ ബുക്കൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതൊക്കെ സൈൻ ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ അപ്പുണ്ണിക്ക് ലഞ്ചെല്ലാം പാക്ക് ചെയ്തു. കുറച്ച് ചോറേ ആക്കിയിട്ടുള്ളൂ കേട്ടോ. ടീച്ചറാണെങ്കിൽ ഇന്നലെയും കൂടെ വിളിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ അവൻ ഫുഡ് ഒന്നും കഴിക്കുന്നില്ല എന്ന്. എന്ത് ചെയ്യാൻ, അവൻ്റെ ഇഷ്ടത്തിന് കൊടുത്തയക്കുന്നുണ്ട്, പക്ഷെ അവൻ കഴിക്കുന്നില്ലെന്നേ. സ്നാക്സ് ടൈമിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ആപ്പിളാണ് കൊടുത്തു വിട്ടത്. പിന്നെ ഏട്ടന് ഫുഡ് കൊണ്ടുപോകണമല്ലോ, അപ്പോൾ ഏട്ടന് സാമ്പാറും തട്ടിക്കൂട്ടി പിന്നെ പച്ചക്കായ അതുപോലെ തന്നെ വഴുതനങ്ങ ഇട്ടിട്ട് ഒരു മെഴുക്ക് വരട്ടിയാക്കി പിന്നെ ഒരു മുട്ട ഓംപ്ലേറ്റും കൂടെ അടിക്കുന്നുണ്ട്. അങ്ങനെ ഏട്ടനുള്ള ചോറും കൂടെ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പുണ്ണിയെ കുളിപ്പിച്ച് ഒരുക്കി അവന് ഭക്ഷണം എല്ലാം കൊടുത്ത് അവനെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് കേട്ടോ ഏട്ടനുള്ള ലഞ്ചെല്ലാം പാക്ക് ചെയ്യുന്നത്. അങ്ങനെ ഏട്ടനും പോകാനുള്ള സമയമായിട്ടോ. ഏട്ടൻ കുളിച്ചൊരുങ്ങി വന്നിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ മന്തി എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ആ ഒരു ഫുഡ് ഏട്ടനും വിളമ്പിട്ടോ. പിന്നെ ഒരു ചമ്മന്തിയും തട്ടിക്കൂട്ടിയിരുന്നേ. അങ്ങനെ ഏട്ടനും കൊടുത്തു. കുഞ്ഞുനും ഞാൻ പല്ലെല്ലാം തേപ്പിച്ച് അവനും ഫുഡ് കൊടുത്തു. ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് ഏട്ടനും ടാറ്റ ബൈ സീ ഒക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ബാക്കി വന്ന മന്തി ഞാനും അമ്മയും അനിയനും കൂടെ അങ്ങോട്ട് കഴിച്ചു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയുള്ളൂ. പുതിയൊരു വീഡിയോ കാണാൻ ടാറ്റ ബൈ സീ.